കൊണ്ട് ഏതെങ്കിലും അഭിപ്രായ വ്യത്യാസമുള്ള വിഷയങ്ങളെ കൈകാര്യം ചെയ്യുമ്പോൾ ഒന്ന് നമ്മുടെ മദ്ഹബ് എന്താ പറയുന്നത്, നമുക്ക് അത്ര നോക്കിയാൽ നമ്മൾ മുഖല്ലിദീങ്ങളാണ്, നമ്മൾ മദ്ഹബിനെ അംഗീകരിച്ച് ജീവിക്കുന്നവരാണ്. അഹ്ലുസുന്ന വൽ ജമാഅ എന്ന് പറയുന്നത് മഹാന്മാരായ മദ്ഹബിന്റെ ഇമാമിയങ്ങൾ പറഞ്ഞ മസലകളാണ് നമ്മൾ സ്വീകരിക്കുക. അതിനെ മറികടന്നുകൊണ്ട് ഒരാൾ അഭിപ്രായം പറയുമ്പോൾ അത് വളരെ ഗൗരവത്തിലാണ് നമ്മൾ സ്വീകരിക്കേണ്ടത്. ഈ മൂന്ന് ഹദീസുകളാണ് അവരതിന് തെളിവായി പറയുന്നത്. എന്നാൽ എന്താണ് ഇതിനെ സംബന്ധിച്ച് ജുംഹൂറുൽ ഉലമ, പണ്ഡിതന്മാരിലെ ബഹുഭൂരിപക്ഷം ആളുകളുടെ അഭിപ്രായം എന്താണ് അതിനെ സംബന്ധിച്ചാണ് ഞാൻ പറയുന്നത്. അമ്മാ ജുംഹൂറുൽ ഉലമ മിന ശാഫിഇയ്യ വൽ മാലികിയ്യ വൽ ഹനാബില, ഹംബലി മദ്ഹബിന്റെയും ഷാഫിഈ മദ്ഹബിന്റെയും മാലികി മദ്ഹബിന്റെയും ഉലമാക്കളിൽ ബഹുഭൂരിപക്ഷം വരുന്ന ആളുകൾ ഫദഹബു ഇലാ അദമി വുജൂബി സകാത്തി ഫിൽ ഹുലിയിൽ മുബാഹ് അൽ മുഅദ്ദിൽ ലിൽ ഇസ്തിഅമാൽ, ധരിക്കാൻ വേണ്ടി ഉണ്ടാക്കി വെച്ചത് ഹലാലായ ആഭരണം, എന്നാണ് മൃഗങ്ങളുടെ രൂപമല്ലാത്തത്, ഹലാലായ ആഭരണം, ആ ആഭരണങ്ങളിൽ അദമു വുജൂബി സകാത്ത് നിർബന്ധമില്ല എന്നതാണ് മൂന്ന് മദ്ഹബിന്റെയും പ്രബല പണ്ഡിതന്മാരുടെ ജുംഹൂറുൽ ഉലമയുടെ അഭിപ്രായം. അഭിപ്രായവ്യത്യാസമില്ലാത്ത വിഷയങ്ങൾ ഉണ്ടാവും, ഫിഖ്ഹിന്റെ മസലകളിൽ അഭിപ്രായവ്യത്യാസം വരും. ജുംഹൂറുൽ ഉലമ എന്ന് പറഞ്ഞു, അതല്ലേ നമ്മൾ നോക്കേണ്ടതുള്ളൂ. പൊതുവെ കളവ് പറഞ്ഞു എന്നോ അല്ലെങ്കിൽ തെറ്റിദ്ധരിപ്പിച്ചു എന്നോ എന്നൊക്കെ പറയുമ്പോൾ ആലോചിക്കേണ്ട എന്തായി പറയുന്നത്, മദ്ഹബിന്റെ അഭിപ്രായങ്ങൾ എന്താണ്, പണ്ഡിതന്മാർ എന്താ അതിനെക്കുറിച്ച് പറഞ്ഞത്. സ്വയം മുജ്തഹിദായി ചമയുന്ന ആളുകളോട് ഞാൻ മറുപടി പറയില്ല, അവരോട് പറഞ്ഞിട്ട് കാര്യമില്ല. സ്വയം മുജ്തഹിദ് ഞാൻ ഇമാം ഷാഫിന്റെ ഒപ്പം തന്നെയാണ്, ഷാഫി ഇമാം പറഞ്ഞ പോലെ എനിക്ക് പറയാൻ പറ്റും, ഹദീസ് വെച്ചിട്ട് മസല പറയാം, അത് നമ്മൾ അംഗീകരിക്കില്ല. ലോകത്ത് അഹ്ലുസുന്ന വൽ ജമാഅത്തിന്റെ ഒരു ആലിമും ഒരാളും അത് അംഗീകരിക്കില്ല. നമ്മൾ അംഗീകരിക്കേണ്ടത് മദ്ഹബിനെയാണ്. അവരെന്ത് പറഞ്ഞു, അല്ലാമ ഇബ്നു ഖുസൈമ, ഇമാം ഷാഫിഈ തങ്ങളുടെ മദ്ഹബിൽ അറിയപ്പെടുന്ന പ്രഗൽഭനായ പണ്ഡിതനാണ് ഇബ്നു ഖുസൈമ തങ്ങൾ. വെള്ളിയിൽ സകാത്ത് ഉണ്ട് എന്ന് പറഞ്ഞത് അൽ അവാഖി അർ-റിഖ അല്ലെങ്കിൽ അവാഖി എന്ന് പറഞ്ഞ വചനങ്ങൾ ഹദീസിൽ വന്നിട്ടുള്ളത്, അതിനെ സംബന്ധിച്ച് പറഞ്ഞിട്ടുള്ളത് ആഭരണമായി ഉപയോഗിക്കാതെ നാണയങ്ങളായി ഉപയോഗിച്ചു വെച്ച സാധനങ്ങളെ കുറിച്ചാണ് ഹദീസുകളിൽ പറഞ്ഞ വാക്കുകളെ വ്യാഖ്യാനിക്കേണ്ടത് എന്നല്ലാതെ ആഭരണങ്ങളെ കുറിച്ചല്ല ആ പറഞ്ഞത് എന്ന് മഹാന്മാർ അവാഖി റിഖത്ത് എന്ന പോലെയുള്ള വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് അത് ആഭരണങ്ങളെ കുറിച്ചാണെന്ന് പറയരുത്. ആഭരണങ്ങളെ കുറിച്ച് അവാഖി എന്ന പ്രയോഗം ഉപയോഗിക്കാറില്ല, അത് നാണയങ്ങളെ കുറിച്ച് പറയുന്നതാണ്. ഇസ്മുൽ വരിഖ് ഫീ ലുഗത്തിൽ അറബ് അല്ലദീന ഖുതിബന ബി ലുഗതിഹിം ലാ യഖഉ അലൽ ഹുലി, ആഭരണത്തെ കുറിച്ചല്ല ഈ വരിഖിൽ സകാത്ത് ഉണ്ടെന്ന് വരും. സ്വർണ്ണത്തിലും വെള്ളിയിലും സകാത്ത് ഉണ്ട് എന്ന് പറയുന്നിടത്ത് വരിഖ് എന്ന പ്രയോഗം ആഭരണത്തെ കുറിച്ചല്ല, ആഭരണത്തെ കുറിച്ച് അങ്ങനെ പറയൂല. ഇതാര് പറയും, ഭാഷാ പണ്ഡിതന്മാർ തന്നെ പറയട്ടെ. കെൻസ് എന്ന് പറഞ്ഞു ആ വീഡിയോയിൽ ഒരു പുത്തനാശയക്കാരൻ പറയുന്ന വാക്കതാ, അത് കെൻസാണ്, സൂക്ഷിച്ചു വെക്കുന്നതാണ്, അള്ളാഹ് ശിക്ഷ തരുമെന്ന് പറഞ്ഞതാണ്, സ്വർണ്ണം കുമിഞ്ഞു കൂട്ടുന്നതാണ്. ഒരു 50 പവനോ 100 പവനോ ഒരു പെണ്ണിന് ആഭരണം ഉണ്ടെങ്കിൽ അതൊക്കെ കെൻസാണ്. വല്ലദീന യക്നിസൂന ദഹബ വൽ ഫിദ്ദത വലാ യുൻഫിഖൂനഹാ ഫീ സബീലില്ലാഹി ഫബശ്ശിർഹും ബിഅദാബിൻ അലീം, വേദനാജനകമായ ശിക്ഷയുണ്ട് സ്വർണ്ണം കുമിച്ചു കൂട്ടുന്നവർക്ക് എന്ന് പറഞ്ഞതിൽ ആഭരണങ്ങൾ കൂടുതൽ ഉപയോഗിക്കുന്നൊക്കെ കെൻസാണ് എന്ന് ഈ മറുപടി പറയുന്ന ആൾ പറയുന്നുണ്ട്. എന്താണ് കെൻസ് എന്ന് പറഞ്ഞാൽ, ഒരു മനുഷ്യൻ അനുഭവിക്കാൻ വേണ്ടി ഉണ്ടാക്കി വെച്ച ആഭരണങ്ങളെ കുറിച്ച് കെൻസ് എന്ന് പറയില്ല. കാരണം വലാ യുൻഫിഖൂനഹ എന്ന് പറയുന്നില്ലേ, ചെലവഴിക്കാത്തവർ, ചെലവഴിക്കുന്നതിനെ കുറിച്ചാണ് പറയുന്നത്. അത് ആഭരണങ്ങളിലല്ലേ സാധ്യമാകുള്ളൂ. മനുഷ്യന്റെ ആഭരണം ചെലവഴിക്കുന്നതാണോ? മനുഷ്യൻ ഉപയോഗിക്കുന്നതിൽ സകാത്തില്ല. മനുഷ്യന്റെ ഇസ്തിംചാഇന്റെ, മനുഷ്യന്റെ ആവശ്യങ്ങൾക്ക് നിർവഹിക്കുന്നത്, ആഭരണമായി ഉപയോഗിക്കുന്നത്, ഇതിനെ സംബന്ധിച്ച് എങ്ങനെ ചെലവാക്കുന്ന വിഷയങ്ങളെ പറ്റി പറയുന്ന പോലെ പറയാം. അതൊരിക്കലും കെൻസിൽ പെട്ടതല്ല എന്ന് മഹാനായ ഇമാം ഷൗക്കാനി റഹ്മത്തുള്ളാഹി തആല അലൈഹി. സകാത്തിനെ കുറിച്ച്, ആഭരണങ്ങളിൽ സകാത്തുണ്ട് എന്ന് പറഞ്ഞ അതിനുമായി ബന്ധപ്പെട്ട ഹദീസുകൾ, ഒന്ന് ആയിഷ ബിബി റളിയല്ലാഹു അൻഹയുടെ സംഭവം, മറ്റൊന്നൊരു പെൺകുട്ടിയുടെ കയ്യിൽ 2 വളകൾ കണ്ട സംഭവം. ഈ സംഭവങ്ങളെ കുറിച്ച് വന്ന ഈ ഹദീസുകളൊക്കെ ഖാല തുർമുദി, ഹദീസ് പണ്ഡിതനായ ഇമാം തുർമുദി തങ്ങൾ പറയാം, വലാ യസിഹു ഫി ഹാദൽ ബാബി അനിൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഷൈഉൻ. ജാമിഉ തുർമുദിയിൽ ഇമാം തുർമുദി തങ്ങൾ പറയാം, പുണ്യനിബിധങ്ങളിൽ നിന്ന് പ്രമാണബദ്ധമായി സഹീഹായി സ്ഥിരപ്പെട്ട ഒരു ഹദീസ് പോലും ആഭരണങ്ങളിൽ സകാത്ത് ഉണ്ട് എന്ന് പറയുന്ന ഹദീസുകളില്ല. എന്റെ അഭിപ്രായമല്ലേ പറയുന്നത്, ആര് പറഞ്ഞു? ഇമാം തുർമുദി തങ്ങൾ. അപ്പൊ ഇതൊക്കെ എന്താണ് നമ്മുടെ പുത്തനാശയക്കാർക്ക് എന്താ ഇതിന്റെ അസുഖം? ആലിമീങ്ങൾ പറഞ്ഞത് എന്താണ്, എന്താ ഫഖീഹുകളുടെ അഭിപ്രായം എന്താ, മദ്ഹബ് എന്തിനെ കുറിച്ച് പറഞ്ഞു, ഒന്ന് പരിശോധിച്ചിട്ട് പറഞ്ഞാൽ പോരെ. ജനങ്ങൾക്ക് തെറ്റിദ്ധാരണ ഉണ്ടാക്കാം, നമ്മൾ പറയുന്ന വിഷയം തെറ്റിദ്ധരിപ്പിക്കുകയാണെന്ന് പറയാം, വല്ലാത്തൊരു ഫിത്നയാണ്. മഹാനായ അല്ലാമ ബദ്റുദ്ദീനുൽ മൗസിലി, ഷാഫിഈ പണ്ഡിതനാണ് ബദ്റുദ്ദീനുൽ മൗസിലി തങ്ങൾ, ലാ യസിഹു ഫി ഹാദൽ ബാബി അനിൻ നബി ഷൈഉൻ അനിൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, പുണ്യനബിയിൽ നിന്ന് സഹീഹായ ഒരു ഹദീസ് പോലും ആഭരണങ്ങളിൽ സകാത്ത് ഉണ്ട് എന്ന് പറയുന്നത് വന്നിട്ടില്ല. ബദ്റുദ്ദീനുൽ മൗസിലി തങ്ങളുടെ അഭിപ്രായം, ഉദവിസാന്റെ അഭിപ്രായമല്ലേ പറയുന്നത്. ഖാല ഇബ്നുൽ ജൗസി, അല്ലാമ ഇബ്നുൽ ജൗസി, കുല്ലുഹാ ദുആഫുൻ, ഈ പറഞ്ഞ മുഴുവൻ ഹദീസുകളും ദഈഫായ ഹദീസുകളാണ്. മഹാനായ ഹാഫിദ് ഇബ്നു റജബ് അൽ ഹംബലി ഫിൽ മസ്അലതി അഹാദീഥു മിൻ അത്റഫൈൻ ലാ യത്ബുതു മിൻഹാ ഷൈഉൻ മർഫൂഉൻ ഇല നബി, പുണ്യനബി തങ്ങളുടേത് എന്ന് പറയാവുന്ന സഹീഹായ ഒരു ഹദീസും ഈ വിഷയത്തിൽ വന്നിട്ടില്ല. ഇമാം ഷൗക്കാനി, ഫലം യബ്ഖ ഫിൽ ബാബി മാ യസ്ലുഹു ലിൽ ഇഹ്തിജാജ് ബി, തെളിവ് ധരിച്ചുകൊണ്ട് പറയാൻ പറ്റുന്ന ഒരു സംഭവവും ആഭരണങ്ങളിൽ സകാത്ത് ഉണ്ട് എന്ന് പറയാൻ പുണ്യനബിയിൽ നിന്ന് സ്ഥിരപ്പെട്ടിട്ടില്ല. അപ്പൊ ഈ പറഞ്ഞ ഹദീസുകളൊക്കെ വെച്ചിട്ട് മസല പറയുമ്പോൾ എത്ര ഡേഞ്ചറാണ്. നമുക്ക് ഹദീസ് പറഞ്ഞിട്ട് ചരിത്രം പറഞ്ഞു കൊടുക്കാം, ജനങ്ങൾക്ക് സ്വഭാവ ഗുണങ്ങളെ സംബന്ധിച്ചുള്ള അത് പറഞ്ഞു കൊടുക്കാം, പക്ഷെ മസല പറയുമ്പോൾ ശ്രദ്ധിക്കണം, അത് ഗൗരവമുള്ള വിഷയമാണ്. ഇപ്പോ ഈ ആധുനികരായ പണ്ഡിതൻ, ഇവരൊക്കെ അംഗീകരിക്കുന്ന പണ്ഡിതനാണ് മുഹമ്മദ് ബിൻ ഇബ്രാഹിം ആലു ശൈഖ്. അദ്ദേഹം തന്നെ വസരീഹൻ മസ്തദല്ല ബിഹിൽ മുജിബു ലിസകാത്തിൽ ഹുലിയിൽ മുഅദ്ദിൽ ലിൽ ഇസ്തിഅമാൽ മിൻ അൻ-നുസൂസിൽ മർഫൂഅ കഹദീത്തിൽ മുസ്തഖീൻ വഹദീത്ത് ആയിഷ ഫി ഫതാഖതിഹാ മിൻ വരിഖ് വഹദീത്ത് ഉമ്മി സലമ. ഇതെല്ലാം ബേസ്ലെസ് ആണ്, അല്ലെങ്കിൽ അംഗീകരിക്കാൻ കഴിയാത്തതാണ്. ഇമാം അഹ്മദ് ബിൻ ഹംബൽ, ഇമാം ഷാഫിഈ, മഹാനായ ഇമാം അബൂ ഉബൈദ്, ഇമാം നസായി, ഇമാം തുർമുദി, ഇമാം ദാറഖുത്നി, ഇമാം ബൈഹഖി, ഇമാം ഇബ്നു ഹസം, ഇവരെല്ലാം ഈ ഹദീസുകളെ വെച്ച് തെളിവ് ധരിക്കുന്നത് ഗൈറു ഖവിയ്യിൻ, ഇതൊരിക്കലും ശക്തമായ ഒരു അഭിപ്രായമല്ല, ലി അദമി സുഹ്ഹതിഹാ, ഈ ഹദീസുകൾ സ്വഹീഹല്ല.
ഇതാണ് ഇതിനെ സംബന്ധിച്ച് നമ്മൾ മനസ്സിലാക്കാനുള്ളത്. ജുംഹൂറുൽ ഉലമ സ്വഹാബികൾ എന്ത് പറഞ്ഞു ഇതിനെ സംബന്ധിച്ച്? ആഭരണങ്ങളിൽ സ്വഹാബിമാർ സക്കാത്ത് കൊടുത്തിട്ടുണ്ടോ ഇല്ലയോ എന്നൊക്കെ സൂചിപ്പിച്ചു. മഹാനായ സ്വഹാബിയായ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു എന്ന ഒരൊറ്റ സ്വഹാബി, ഇബ്നു മസ്ഊദ് തങ്ങൾ എന്ന ഒരൊറ്റ സ്വഹാബിയുടേതാണ് ആഭരണങ്ങളിൽ സക്കാത്ത് ഉണ്ട് എന്ന അഭിപ്രായം. എന്നാൽ അൽ-ആഥാറുൽ വാരിദത്തു അനി സ്വഹാബ ഇതെല്ലാം ഫി അദമി വുജൂബി സക്കാത്തി ഫിൽ ഹുലി, ആഭരണങ്ങളിൽ സക്കാത്ത് ഇല്ല എന്നതാണ്. ഒരാൾക്ക് സൂക്ഷ്മതയ്ക്ക് വേണ്ടി കൊടുക്കണമെങ്കിൽ കൊടുക്കാം, പക്ഷേ നിർബന്ധമാണ് എന്ന് പറയുന്നതും വേണമെങ്കിൽ കൊടുക്കണം എന്ന് പറയുന്നതും രണ്ടും രണ്ടാണ്. സമിഅതു അബൂ അബ്ദില്ലാ, അതായത് ഇമാം അഹ്മദ് ഇബ്നു ഹംബൽ, മഹാനായ തങ്ങളുടെ സദറുകൾ അഹ്മദ് ഇബ്നു ഹംബൽ തങ്ങളുടെ വഫാത്തിന്റെ സമയത്ത് ഒരു ചരിത്രം ഇവിടെ പറയുകയുണ്ടായി. ഹംബലി മദ്ഹബിന്റെ ഇമാമും 7 ലക്ഷം ഹദീസുകൾ മനഃപ്പാഠമുണ്ടായിരുന്ന മുഹദ്ദിസാണ്. മഹാനവറുകൾ മുസ്നദിന്റെ സ്വഹിബാണ്. ഇവിടെ ഒരു സ്വിഫ്റ്റ് കാർ പെട്ടെന്ന് മാറ്റി കൊടുക്കണേ. ഒരു സ്വിഫ്റ്റ് കാർ KL 58D 5238 KL 58D 5238 സ്വിഫ്റ്റ് കാർ അവിടെ വഴി തടസ്സം ഉണ്ടാക്കിയിട്ടുണ്ട്, മാറ്റി കൊടുക്കണമെന്ന് സംഘാടകർക്ക് വേണ്ടി അറിയിക്കുകയാണ്. അഹ്മദ് ഇബ്നു ഹംബൽ തങ്ങൾ യഖൂൽ ഫീ സകാത്തിൽ ഹുലി അൻ 5 മിൻ അസ്ഹാബിൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലാ യറൂന ഫീഹി സകാ. സ്വഹാബികളിൽ 5 മഹാന്മാരായ സ്വഹാബിമാരെ ഉദ്ധരിച്ചുകൊണ്ട് അഹ്മദ് ഇബ്നു ഹംബൽ തങ്ങൾ പറഞ്ഞു, അവരാരും ആഭരണങ്ങളിൽ സകാത്ത് ഉണ്ട് എന്ന് പറയുന്നവരല്ല. ആരൊക്കെയാണ് അവര്? വഹും അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു, ജാബിർ ഇബ്നു അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹു, അബ്ദുല്ലാഹി ഇബ്നു ഉമർ എന്നവരുടെ മോൻ അബ്ദുല്ലാഹി ഇബ്നു ആയിഷ റളിയല്ലാഹു അൻഹ, ആയിഷയുടെ ജ്യേഷ്ഠത്തി അസ്മാ ബിബി റളിയല്ലാഹു അൻഹ. ഇവരൊക്കെ പണ്ഡിതകളാണ്, പണ്ഡിതന്മാരായ സ്വഹാബിമാരുണ്ട്. അവരുടെ അഭിപ്രായ പ്രകാരം ആഭരണങ്ങളിൽ സകാത്ത് ഇല്ല. അത് എന്റെ അഭിപ്രായമാണെന്ന് പറയരുത്. ഞാൻ എന്റെ അഭിപ്രായമല്ലോ പറയുന്നത്. യൂട്യൂബിൽ അങ്ങനെ വീഡിയോ ഉണ്ടാക്കി വിടാം. ഞാൻ അഭിപ്രായം പറഞ്ഞു എന്നാ പറയാം, എന്റെ അഭിപ്രായം അല്ലാതെ പണ്ഡിതന്മാരുടെ അഭിപ്രായം. ജാബിർ ഇബ്നു അബ്ദുല്ലാഹി തങ്ങൾ ഇബ്നു ഉമർ ലാ സകാത്ത് ഫിൽ ഹുലി, ആഭരണങ്ങളിൽ സകാത്ത് ഇല്ലയോ എന്ന് ചോദിച്ചപ്പോ ഇല്ല എന്നാണ് അവരുടെ മറുപടി. വഹുവ ഖൗലു അസ്മാ ബിൻത് അബീ ബക്കർ സിദ്ദീഖ്, സിദ്ദീഖ് തങ്ങളുടെ മോള് അസ്മാ ബിബി റളിയല്ലാഹു അൻഹയുടെ അഭിപ്രായം അതാണ്. വറുവിയ അയ്ളൻ അൻ ആയിഷ വഹുവ അൻഹുമാ സ്വഹീഹ്, ആയിഷ ബിബിയെ സംബന്ധിച്ചും സ്വഹീഹായ റിവായത്ത് ആയിഷ ബിബിയും പറയുന്നത് ആഭരണങ്ങളിൽ സകാത്ത് ഇല്ലെന്നാണ്. നേരത്തെ പറഞ്ഞ സംഭവങ്ങളെയോ ആ ചരിത്രങ്ങളെയോ ബേസ് ചെയ്തിട്ട് മസ്അല പറയുന്നത് ശരിയായില്ല എന്നാണ് പറയാം. ഇമാം മാലിക് എന്നവരുടെ ലോകപ്രസിദ്ധമായ ഗ്രന്ഥമാണ് അൽ മുവത്ത അൻ അബ്ദുറഹ്മാൻ ബിൻ ഖാസിം അൻ നബി അൻ ആയിഷ സൗജ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ആയിഷ ബിബി റളിയല്ലാഹു അൻഹയെ സംബന്ധിച്ച് വന്ന സ്വഹീഹായ ഹദീസ്, കാനത് തലി ബനാത അഖീഹാ, ആയിഷ ബിബി റളിയല്ലാഹു അൻഹയുടെ സഹോദരങ്ങളുടെ മക്കളെ, യതീമുകളായ മക്കളെ ആയിഷ ബിബി റളിയല്ലാഹു അൻഹ നോക്കി വളർത്തിയിട്ടുണ്ട്. ലഹുന്നൽ ഹലിയു, അവർക്കൊക്കെ ആഭരണങ്ങൾ ഉണ്ടായിരുന്നു. നിസാബ് കഴിഞ്ഞ ആഭരണം, 10 പവന് മുകളിലുള്ള ആഭരണങ്ങൾ. ഫലാ തുഖ്രിജു മിൻ ഹുലിഹിന്ന സകാ, ആ ആഭരണങ്ങൾക്ക് ആയിഷ ബിബി റളിയല്ലാഹു അൻഹ സകാത്ത് കൊടുത്തിരുന്നില്ല എന്നത് ഇമാം മാലിക് എന്നവരുടെ മുവത്തയിലെ 584ാമത്തെ ഹദീസ്. ഇമാം മാലിക് എന്നവരെ ഫിഖ് പണ്ഡിതനാണ്, മുഹദ്ദിസുമാണ്. അബ്ദുല്ലാഹി ഇബ്നു ഉമർ, മഹാനായ ഉമർ എന്നവരുടെ മോനെ, കാന യുഹല്ലി ബനാതി വജവാരിഹി ദഹബ്, അവരുടെ പെൺകുട്ടികൾക്കും അടിമ പെൺകുട്ടികൾക്കും ഒക്കെ മഹാനവറുകൾ സ്വർണം ആഭരണമായി നൽകാറുണ്ടായിരുന്നു. മുഅത്തയിൽ ഇമാം മാലിക് എന്നവർ തിരിക്കുക ثم لا يخرج من حليهن الزكاة. അബ്ദുല്ലാഹി ഇബ്നു ഉമർ എന്നവർ ആരാണവര്? മുഹയ്യി സുന്ന, ഹബീബായ നബി തങ്ങളുടെ സുന്നത്തിനെ ജീവിപ്പിച്ച മഹാനായ സ്വഹാബിയാണ്. മഹാനവറുകൾ 10 പവന് മുകളിൽ ആഭരണങ്ങൾ ഉണ്ടായിട്ട് ഈ മക്കളുടേതൊന്നും മഹാൻ സക്കാത്ത് കൊടുത്തിട്ടില്ല. ജാബിർ ഇബ്നു അബ്ദുല്ലാഹി തങ്ങളോട് ചോദിച്ചു അംർ ഇബ്നു ദീനാർ എന്നവർ താബിഈ, അനിൽ ഹുലിയി, ആഭരണത്തെക്കുറിച്ച് ഹൽ ഫീഹി സക്കാ, അതിൽ സക്കാത്തുണ്ടോ? 10 പവന്റെ മീതെയുള്ള ആഭരണം ഒരു പെണ്ണ് മാലുണ്ടാക്കി, 20 പവന്റെ മാലുണ്ടാക്കി, സക്കാത്തുണ്ടോ? ജാബിർ എന്നവരുടെ മറുപടി ഇല്ല, അതിന് സക്കാത്തില്ല. ഇൻകാന അൽഫ ദീനാർ, 1000 ദീനാർ ആണെങ്കിലും 1000 ആണെങ്കിലും ഇല്ല എന്ന് മഹാനായ ജാബിർ റളിയല്ലാഹു തആല നബി തങ്ങളുടെ സ്വഹാബിയാണ്. അലി ഇബ്നു സുലൈം സഅൽതു അനസ് ഇബ്നു മാലിക്, നബി തങ്ങൾക്ക് കൂടെ തങ്ങളുടെ കൂടെ 10 കൊല്ലം സേവനം ചെയ്ത സ്വഹാബിയാണ് അനസ് ഇബ്നു മാലിക് തങ്ങൾ. മഹാനവറുകളോട് ചോദിച്ചു അനിൽ ഹുലി അഫീഹി സക്കാ, ആഭരണമായി വെച്ചതിൽ സക്കാത്ത് ഉണ്ടോ എന്ന് ചോദിച്ചു. ഖാല ലാ, അതിൽ സക്കാത്ത് വരുന്നില്ലെന്ന് ജാബിർ തങ്ങൾ ഫത്വ കൊടുത്തു. ഇതൊക്കെ മഹാന്മാരുടെ കിതാബുകളിൽ മഹാനായ അല്ലാമ ഇബ്നു സഞ്ജവി അവരുടെ മുസന്നഫിൽ രേഖപ്പെടുത്തി വെച്ചിരിക്കുകയാണ്. അസ്മാ ബിബി റളിയല്ലാഹു അൻഹ, സിദ്ദീഖ് എന്നവരുടെ മോള്, നല്ല പൈസ ഉണ്ടായിരുന്ന സമ്പന്നയായ മഹദിയാണ്. അന്നഹാ കാനത് ലാ തുസക്കിൽ ഹുലിയ, ആഭരണങ്ങൾക്ക് സക്കാത്ത് നൽകാറില്ലായിരുന്നു. വഖദ് കാന ഹുലിയു ബനാതിഹാ, അസ്മാ ബിബിയുടെ പെൺകുട്ടികളുടെ ആഭരണം എത്രയായിരുന്നു അറിയോ? 50 അൽഫൻ, 50,000 ദീനാർ ആയിരുന്നു. 50,000 ദീനാർ, ഒരു ദീനാർ സ്വർണ്ണ നാണയമാണ്, 4 ഗ്രാം വരും ഒരു ദീനാർ. അത്രയും സ്വർണ്ണം ഉണ്ടായിട്ട് പോലും മഹദി ആഭരണങ്ങൾക്ക് സക്കാത്ത് നൽകിയിട്ടില്ല. അതുകൊണ്ടാണ് ആ അഭിപ്രായം മഹാന്മാരായ ഷാഫിഈ മദ്ഹബിന്റെ പണ്ഡിതന്മാർ, മാലിക്കി മദ്ഹബിന്റെ പണ്ഡിതന്മാർ, ഹംബലി മദ്ഹബിന്റെ പണ്ഡിതന്മാർ, അബൂ ഹനീഫ തങ്ങളുടെ ഒരൊറ്റ മദ്ഹബാണ് ആഭരണങ്ങൾ 10 പവൻ കഴിഞ്ഞാൽ സക്കാത്ത് ഉണ്ടെന്ന് പറഞ്ഞു. അത് അങ്ങനെ പറയണം. ഹനഫി ഇമാമിന് ഇങ്ങനെ അഭിപ്രായമുണ്ട്, അങ്ങനെ പറഞ്ഞോളൂ. നിങ്ങൾ സ്വയം മുജ്തഹിദുകളായിട്ട് നിങ്ങളുടെ മേൽ അടിച്ചേൽപ്പിക്കരുത്. നിങ്ങൾ മദ്ഹബ് അംഗീകരിച്ച് ജീവിക്കുന്നവരാണ്. മദ്ഹബിന്റെ അഭിപ്രായം പറയണം, അതല്ലേ അതിന്റെ ന്യായം. മദ്ഹബിന്റെ അഭിപ്രായം ഞാൻ പറഞ്ഞതല്ലെങ്കിൽ അത് അങ്ങനെ പറഞ്ഞു തരണം, അപ്പോഴേ തിരുത്താൻ പറ്റുള്ളൂ. മദ്ഹബിന്റെ അഭിപ്രായം അതല്ല എന്ന് ഞാൻ പറഞ്ഞു എന്ന് പറഞ്ഞാൽ അത് തിരുത്തേണ്ടതാണ്, ഞാൻ തിരുത്തും ചെയ്യും. പക്ഷേ മദ്ഹബിന്റെ അഭിപ്രായം എങ്ങനെയാണ്? ഒരു പക്ഷേ ചിലർക്ക് കൗതുകം തോന്നുന്നുണ്ടാവും, ഇതൊന്നും ഇത്രയും കാലം കേട്ടിട്ടില്ലല്ലോ, നമ്മൾ വിചാരിച്ച 10 പവൻ കഴിഞ്ഞാൽ പിന്നെ ബാക്കി മുഴുവൻ സക്കാത്ത് കൊടുക്കണമെന്നല്ലേ കേട്ടത്, അല്ലേ? അങ്ങനെ ഉണ്ടാവും. ആഭരണമല്ലാതെ സൂക്ഷിച്ചു വെക്കുന്ന സ്വർണ്ണങ്ങൾക്കും വെള്ളിക്കുമാണ് അതിന്റെ സക്കാത്ത് വരുന്നത് എന്ന് പ്രത്യേകം മനസ്സിലാക്കാം. അതുകൊണ്ട് ഞാൻ അതിൽ പറയുന്നില്ല. ഒരു പക്ഷേ ഞാൻ ഈ പറഞ്ഞ ചർച്ചയിൽ ഈ പറഞ്ഞ ഭാഗങ്ങൾ കൊണ്ട് അത് ബോധ്യപ്പെട്ടിരിക്കും എന്ന് വിചാരിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. തെറ്റിദ്ധരിപ്പിക്കുമ്പോൾ ചിലതിന് മറുപടി പറയേണ്ടി വരികയാണ്, അതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ്. വിഷമെന്ന് വിചാരിക്കേണ്ടത്. നമ്മൾ ചില ആളുകൾ വരെ എന്താ അങ്ങനെ 100 പവൻ സക്കാത്ത് കൊടുക്കണ്ടേ? ആഭരണമാണോ? ആഭരണമാക്കി വെച്ചതോ അവർ ഉപയോഗിക്കുന്നതോ പിന്നീട് ഉപയോഗിക്കണമെന്ന് ആഗ്രഹിച്ച് മാറ്റി വെച്ചത് ലോക്കൽ കൊണ്ടുപോയി വെച്ചു. പക്ഷെ അവിടെ നിയ്യത്ത് എന്താണ്? ഒരു ഫംഗ്ഷൻ വന്ന് എടുത്തുകൊണ്ടിരണം, അത് അണിയണം. അങ്ങനെ നിങ്ങൾ അണിയണമെന്ന് നിങ്ങളുടെ മനസ്സിൽ നിയ്യത്തുള്ളതാണോ അതിന് സക്കാത്ത് വരുന്നില്ല. നിങ്ങൾ കൊടുക്കണം, കൊടുത്തോളൂ. അതൊരു ഇഹ്തിയാത്താണ്, സൂക്ഷ്മതയ്ക്ക് വേണ്ടി വേണമെങ്കിൽ ചെയ്തോ. പക്ഷേ നിർബന്ധമുണ്ടോ എന്ന് ചോദിച്ചാൽ 3 മദ്ഹബിന്റെ ഇമാമികൾ, നമ്മൾ ഷാഫി മദ്ഹബുകാരാ ഇല്ലെന്നാണ്. അല്ലാഹു കാര്യങ്ങൾ മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. ആമീൻ.